ഈ സിനിമയിലൊക്കെ നായകന്മാരും വില്ലന്മാരും ഒക്കെ ഓടുന്നത് കാണാം. വില്ലനെ ഓടിച്ചിട്ട് പിടിക്കുന്ന നായകന്മാരും അതേപോലെ തന്നെ നായകൻ വില്ലനെ ഓടിക്കുന്നതും പോലീസ് വേഷങ്ങൾ പോലീസുകാർ ഓടിക്കുന്നതൊക്കെ ഉള്ള പലതരത്തിലുള്ള ഓട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടമാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ഷൈൻ്റെ ഓട്ടത്തിനെ പറ്റി പറയാം. പണ്ടേ ഷൈനിന് നല്ല ഓട്ടമുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ആ ഓട്ടം കണ്ടിട്ടുണ്ട്. ആരാധകരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്, ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റാത്തതിന് സംസാരിക്കാൻ പറ്റാത്തതിന് ഓടുന്നത് എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരുടെ ബിഹേവിയർ എത്രയോ ഭേദം എന്ന് ആദ്യമേ പറയാം. എന്തായാലും ഈ ഓട്ടം ഇങ്ങനെയാണ്. കലൂരിലെ PGS വേദാന്ത ഹോട്ടലിലെ 314 നമ്പർ മുറിയെടുത്ത് ഷൈനും കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് മുറിയൊക്കെ എടുത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ വിൻസി അലോഷ്യസ് നടി ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിരുന്നു. അതിൻ്റെ പുറകെ വിൻസി ഫിലിം ചേംബറിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പരാതി നൽകിയിരുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയാണ് ആ ഒരു പരാതി നൽകിയത്. വിൻസിയെ ഒരു സിനിമ സെറ്റിൽ അപമര്യാദയായിട്ട് വിൻസിയോട് പെരുമാറിയെന്നും ഈ പറഞ്ഞതുപോലെ ലഹരി ഉപയോഗിച്ചാണ് ആ നടൻ വന്നതെന്നും ആ നടൻ ആരെന്നും ഒക്കെയുള്ള വെളിപ്പെടുത്തലൊക്കെ വിൻസി നടത്തിയിരുന്നു. ഇന്ന് രാവിലെ അത് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായി വന്നു. അതിനിടയിലാണ് ഷൈൻ ടോം ചാക്കോ ഇന്നലെ രാത്രിയിൽ കലൂരിലുള്ള ഈ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഏതായാലും പോലീസിന് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയതിൻ്റെ ഫലമായിട്ട് ഷൈനെ പൊക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോട്ടലിൽ റെയ്ഡ് നടത്താൻ വേണ്ടി കുറച്ച് പോലീസുകാരെ ചെന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഷൈൻ അതിന് കുറച്ച് സമയത്തിന് മുമ്പ് ഒരു പക്ഷേ ഹോട്ടൽ ജീവനക്കാരായിരിക്കാം ഒറ്റ കൊടുത്തത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ അല്ലെങ്കിൽ മറ്റു പലരുമായിരിക്കാം, എന്ത് തന്നെയല്ല അതൊന്നും പുറത്തു വന്നിട്ടില്ല. കുറച്ച് സമയങ്ങൾക്ക് മുമ്പെയാണ് ആ ഒരു വിവരം ഷൈന് കിട്ടുന്നത്. ഷൈൻ എന്ത് ചെയ്തെന്നറിയുമോ, ഈ മുറിയുടെ ജനാല വഴി സിനിമയെ പോലും വെല്ലുന്ന തരത്തിലാണ് ഈ ഓട്ടമെന്ന് നോക്കിക്കോണം. ജനാല വഴി ഷൈൻ 2ാം നിലയിലെ ഷീറ്റിലിൻ്റെ മുകളിലേക്ക് എടുത്ത് ചാടി. എന്നിട്ട് ആ ഷീറ്റ് പൊട്ടുകയും ചെയ്തു. എന്നിട്ട് ആ ഷീറ്റിൻ്റെ അവിടെ നിന്ന് എന്ത് ചെയ്തു, സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി. ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നേരെ സ്റ്റെയർ വഴി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ ഓട്ടം പല CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പല മാധ്യമങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഓട്ടം സിനിമയിലെ ആക്ഷൻ രംഗങ്ങളിലേക്കാളും വലിയ നല്ല അടിപൊളി ഓട്ടം എന്ന് തന്നെ പറയാം. കാരണം ഉള്ളിൽ വേറെ പലതുമാണല്ലോ കിടക്കുന്നത്. അപ്പം പിന്നെ സ്വിമ്മിംഗ് പൂൾ എന്തോ, ഷീറ്റ് എന്തോ, 2ാം നില എന്തോ, 3ാം നില എന്തോന്നൊന്നും ഇല്ല. പക്ഷെ കുറച്ച് ബോധമുണ്ട്, പോലീസ് വരുന്നുണ്ട്, രക്ഷപ്പെട്ടോ എന്നുള്ളൊരു ബോധം വന്നു. ആ ബോധത്തിൻ്റെയും പിന്നെ ഉള്ളിൽ കിടക്കുന്ന മരുന്നിൻ്റെയും ആവേശം കൊണ്ടായിരിക്കും ഇത്രയും ആവേശപരമായിട്ടുള്ള ഓട്ടവും ചാട്ടവും ഒക്കെ നടത്തി എന്തായാലും രക്ഷപ്പെട്ടാലേ എവിടം വരെ രക്ഷപ്പെടാതെ അത് പോലീസ് പൊക്കും. ഏതായാലും പക്ഷേ നമുക്കറിയാം അത് ആ ഒരു മുറിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ വന്നപ്പം മുർഷിദ് എന്നുള്ള ഒരാളും അനന്തകൃഷ്ണനെ പിന്നീടാണ് ചോദ്യം ചെയ്തത്. ഈ 2 വ്യക്തികളായിരുന്നു ആ മുറിയിലുണ്ടായിരുന്നത്. മാത്രമല്ല ഈ ഒരു റെയ്ഡ് നടത്തിയത് ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ഒരു പോലീസ് സേനയാണ് ഈ ഒരു റെയ്ഡ് നടത്തിയത്. എക്സൈസ് വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. എക്സൈസ് വകുപ്പിൽ കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള റെയ്ഡും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ഈ ഒരു റെയ്ഡിന് തൊട്ട് മുമ്പേ ആയിരിക്കാം ഷൈൻ ഇത്തരത്തിലുള്ള കാര്യം കിട്ടിയത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഇറങ്ങി ഓടിയത്. കാരണം ഈ റെയ്ഡിൽ തന്നെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചിരുന്ന മയക്കുമരുന്നുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അവർക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഇനി പുറത്ത് വരുന്നതേ ഉള്ളൂ. ഏതായാലും ഷൈൻ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. കാരണം ഓടാതിരുന്ന ഇത് കൈയോടെ പോലീസ് പൊക്കിയാൽ ഒരു രക്ഷയില്ല. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘവുമായിട്ട് ബന്ധമുണ്ട്, ഇത്തരത്തിൽ അവർ ഇങ്ങനെയുള്ള ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നും ലഹരി മരുന്നുകൾ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളൊരു അറിവ് കിട്ടിയത്. അതിൻ്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ആദ്യം 2015 ജനുവരി മാസത്തിലാണെന്ന് തോന്നുന്നു ഇതിഹാസം എന്ന സിനിമയിലെ നായകനായിരുന്നു അന്ന് ഷൈൻ ടോം ചാക്കോ. ആ ഒരു സിനിമ ഹിറ്റായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അന്ന് ഷൈനെയും കുറച്ച് ആൾക്കാരെയും ഈ സിനിമാ പ്രവർത്തകരെയൊക്കെ ഇത്തരത്തിൽ പോലീസ് പിടികൂടിയത്. പക്ഷേ അന്ന് അതിന് ഈ പറഞ്ഞോണം പിടിയൂരി എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞതുപോലെ പോലീസിൻ്റെ ഈ അന്വേഷണത്തിലെ പാകപ്പിഴകൾ കൊണ്ട് തന്നെ ആവാം അന്നും പിടികൂടിയത്. അതിനുശേഷം 2 മാസം മുമ്പ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ചെറിയ വാർത്തകളൊക്കെ വന്നിരുന്നു, ഇങ്ങനെ ഒരു ഡീലറുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള രീതി. അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിലും ഈ പറഞ്ഞതുപോലെ
മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നും മറ്റുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്നും ഷൈൻ നേരിയ ചലനത്തിൽ രക്ഷപ്പെട്ടു. പക്ഷേ ഇതും ഇപ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഓടുകയാണ് ചെയ്തത്. പക്ഷേ എന്തായാലും വിൻസി വളരെ തൻ്റെ ഇടത്തോടു കൂടി വളരെ ബോൾഡായിട്ട് തന്നെ പരാതി കൊടുത്തിരിക്കുകയാണ്. ആദ്യം ഇതിൽ നിന്ന് പിന്മാറി മടിച്ചു. സൂത്രവാക്യം എന്ന് പറയുന്ന വരാനിരിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ വിൻസി നേരിട്ടത്. ഈ നടനിൽ നിന്നും ഈ ഷൈനിൽ നിന്നും വിൻസിയുടെ ഷോൾഡറിൽ ഒരു ഡ്രസ്സിന് ചെറിയ പ്രശ്നം വന്നപ്പോൾ അത് ശരിയാക്കാൻ അകത്തെ റൂമിലേക്ക്, കാരണം അവർ അഭിനയിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു, അപ്പോൾ ശരിയാക്കാൻ അകത്തെ റൂമിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നപ്പോഴേ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെയുള്ള ലൈംഗിക ചുവ എന്ന് തന്നെ ഉപയോഗിക്കേണ്ടിയിരിക്കും. ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളും ഒക്കെ ഷൈൻ പറഞ്ഞതും അത് വിൻസിയെ വളരെ മാനസികമായിട്ട് വിഷമിപ്പിച്ച്, വിൻസിക്ക് മാത്രമല്ല കൂടെയുള്ള സഹപ്രവർത്തകയ്ക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഷൈനിൽ നിന്ന് നേരിടേണ്ടി വന്നു. അങ്ങനെ അവരെ പിടിച്ചു നിർത്തുകയാണ് ചെയ്തത് ഡയറക്ടർ. അപ്പോഴും നമ്മൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ അമ്മ അസോസിയേഷൻ ഉണ്ട്, ഫെഫ്കായ ഉണ്ട്, ഈ പറയുന്ന WCC ഉണ്ട്, ഈ ഫിലിം ചേംബർ ഉണ്ട്, ഇങ്ങനെയുള്ള താര സംഘടനകൾ ഉൾപ്പെടെ നിരവധി സംഘടനകൾ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിൻസി പുറത്തോട്ട് വന്നപ്പോഴല്ലേ ഇത്തരത്തിൽ ഒരു വിമർശനവുമായിട്ട് പരാതിയുമായിട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ എല്ലാവരും എടുത്തിട്ട് അലക്കുന്നത്. അതിന് മുമ്പ് ഈ സംഘടനകളൊന്നുമില്ല. ഇവർക്ക് ആഭ്യന്തരമായിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ആന്തരികമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളില്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർക്ക് അറിയാം ഈ സംഗതി നടന്നു എന്നുള്ള. ആ ഡയറക്ടർക്ക് എന്തുകൊണ്ട് ഈ സംഘടനയിൽ ഈ വിവരം അറിയിച്ചുകൂടാ? വീണ്ടും വേണ്ടി ഇത്തരത്തിലുള്ള നടന്മാരെ വെച്ച് എന്തിനാണ് ഇവർ അറിഞ്ഞുകൊണ്ട് സിനിമ എടുക്കുന്നത്? ഷൈൻ ടോം ചാക്കോ നമുക്ക് അറിയാം, നല്ലൊരു നടനാണ്. ആ നടനെ തന്നെ കൊന്നു എന്ന് തന്നെ പറയാം. അയാൾ നല്ല പ്രഗത്ഭനായിട്ടുള്ള അല്ലെങ്കിൽ കഴിവുള്ള നല്ലൊരു നടൻ തന്നെയാണ്. പല സിനിമകളിലൂടെ അയാൾ അത് തെളിയിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിൽ ലഹരിക്ക് അടിമ എന്ന് തന്നെ നമുക്ക് വിമർശിക്കേണ്ടിയിരിക്കുന്നു. അടിമയായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു നടനെ വീണ്ടും ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിപ്പിക്കാൻ എന്തിനാണ് ഈ അവസരം കൊടുക്കുന്നത്? തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്താനോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ പുറത്താക്കേണ്ടെന്നതല്ലേ ഒരു സംഘടനയുടെ ലക്ഷ്യം. ഈ WCC ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന താരസംഘടനയുണ്ട്. താരസംഘടനയൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞതെന്നാണ് പറയുന്നത്. വിൻസി ഇപ്പോഴാണ് പരാതി കൊടുത്തത്. അവിടെ വിൻസിക്ക് ഒരു പാകപ്പഴ വന്ന് വിൻസി കുറച്ച് ഡിലേ വന്നു ഈ ഒരു പരാതിയൊക്കെ കൊടുക്കാൻ. കാരണം സ്വാഭാവികമായിട്ടും അറിയാം, പല നടിമാരും ഇത്തരത്തിൽ മുന്നോട്ട് വരുമ്പോൾ അവരെ പിന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പ്രവണത അതാകാം വിൻസിയെ ഇതിൽ നിന്ന് പുറകോട്ട് പിൻവലിപ്പിച്ചത്. അത് ഇപ്പോൾ ഫിലിം ചേംബറിനെ അത് അറിയിച്ചപ്പോൾ അതിലെ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതിന് ശേഷമാണ് വിൻസി ഇത്തരത്തിൽ അമ്മയിലും ഒക്കെ പരാതി കൊടുത്തത്. ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്നുള്ളൊരു ഇത് കൊടുത്തതിൻ്റെ പേരിലാണ്. വിൻസി എന്നെ പറഞ്ഞു അത് എൻ്റെ കരിയറിനെ ബാധിക്കത്തില്ല. ഏതൊരു നടിക്കും അല്ലെങ്കിൽ നടനുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ പരാതി കൊടുക്കുമ്പോൾ അവരെ ഇതിൽ നിന്നും പുറത്താക്കുന്ന ഒരു പ്രവണത അന്ന് പലരും പറഞ്ഞതുപോലെ ഒരു പവർ ഗ്രൂപ്പ് പ്രവണതയാണോ? ഇപ്പോൾ ഷൈൻ വിൻസിയുടെ കൂടെ മാത്രമല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പും പല നടിമാരോടൊപ്പം പല നടന്മാരോടൊപ്പം ഒക്കെ വിൻസി സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരിട്ടുണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും മറച്ചു വെച്ച് സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്ക് പിന്നെ ഇനി ഒരു അവസരം നൽകിയില്ലെങ്കിലോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താക്കിയാലോ, അപ്പോൾ നടന്മാർ എന്ത് ചെയ്താലും അത് അനുഭവിക്കാൻ വേണ്ടി മാത്രമാണോ ചില നടിമാരുള്ളത്, നായികമാരുള്ളത്? സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വം വേണം. നമുക്കിടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തുറന്നു പറയാനുള്ള ഇതുണ്ടായിരിക്കണം. അവിടെ നമുക്ക് പിന്നീടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രൊഫഷനെ ബാധിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന ചാൻസുകൾ നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ പിൻവലിയുമ്പോഴാണ് ഇങ്ങനെയുള്ള ലഹരിക്ക് അടിമകൾ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നത്. പീഡന വീരന്മാർ ഈ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നത് അത് മറന്നുപോയാണ് പലരും നിൽക്കുന്നത്. കാരണം ഇതിപ്പോൾ വിൻസി തുറന്നു പറഞ്ഞതുകൊണ്ട് ഇയാൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പുറം ലോകം അറിഞ്ഞു. പക്ഷേ ഇയാൾ അഭിനയിച്ചിട്ടുള്ള മറ്റു പല ചിത്രങ്ങളിൽ അല്ലെങ്കിൽ ആ നടിമാർക്ക് എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അതൊന്നും പുറത്തു വരുന്നില്ല. ഈ ഡയറക്ടേഴ്സിന് ഒരനുഭവമുള്ള ഡയറക്ടർ എന്തായാലും മറ്റുള്ളവരോട് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഉൾപ്പെടുന്നവരോട് പരസ്പരം ചർച്ച ചെയ്യാറുണ്ടല്ലോ. ഇയാൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ പല പ്രഥമ ദൃഷ്ടിയാ മാത്രമല്ല അല്ലാതെ തന്നെ പലപ്പോഴും ഷൈനെതിരെ പരാതികൾ വന്നിട്ടുണ്ട്. ഷൈൻ മാത്രമല്ല, ശ്രീനാഥ് ഭാസി ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾക്ക് നേരെയുള്ള ആക്രോശങ്ങളും ചീത്ത വാക്കുകൾ ഉപയോഗമൊക്കെ ഇത്തരത്തിൽ പലപ്പോഴായിട്ട് ഇവരുടെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും ഇവരെയൊക്കെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വരുത്തുന്നുണ്ടെങ്കിൽ ഈ സംഘടന ഒരു നിയന്ത്രിതമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സംഘടനകളൊന്നും ഒരു നിയന്ത്രണത്തിലൂടെയല്ല, ഇവരെയൊക്കെ നിയന്ത്രിച്ചല്ല കൊണ്ടുപോകേണ്ടത്. ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിലെ എല്ലാ കുറ്റങ്ങളും തെറ്റുകളും നല്ലതും ചീത്തയൊക്കെ എല്ലാം ഒരേപോലെ ഏറ്റെടുക്കുന്നതായിരിക്കണം.
അത് ഏറ്റെടുക്കാതെ ഒരു നടന്മാർക്ക് ഒരു നിയന്ത്രണമില്ലാത്ത രീതി അഴിച്ചു വിട്ടേക്കുന്ന തരത്തിലാണ് സിനിമാ മേഖല ഇപ്പോൾ പോയിരിക്കുന്നത്. എന്തായാലും അതിനൊക്കെ ഒരു നിയന്ത്രണം വരേണ്ടതുണ്ടാണ്. വമ്പന്മാരെ ഒന്നും പോലീസ് പിടിക്കുന്നില്ലേ ചെക്കുന്നില്ലേ എന്നുള്ളത് ഞാൻ കുറച്ച് മുമ്പ് ഒരു ചർച്ചയിൽ ഞാൻ ഇത്തരത്തിലുള്ള സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഇനിയിപ്പോൾ രക്ഷയില്ല. വമ്പന്മാരെ കുടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത്തരത്തിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് സിനിമാ മേഖലയൊന്ന് തൂത്തുവാരി ശുദ്ധീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് പല രീതിയിലും നമ്മൾ സിനിമാ പരമായിട്ടുള്ള കാര്യമാണെങ്കിലും ഓരോ വ്യക്തികളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിലും പണമിടപാട് കാര്യങ്ങളിലാണ് സിനിമാ മേഖലയെ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വൻ വിപത്ത് നമ്മുടെ മലയാള സിനിമാ ലോകത്തേക്ക് വരാൻ സാധ്യത തന്നെയുണ്ട്.